രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ കളികൾ മാത്രമല്ല, അത് സാധാരണ മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു ശാസ്ത്രം കൂടിയാണ്. ഓരോ തിരഞ്ഞെടുപ്പും ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലേക്ക് തുറക്കുന്നൊരു വാതിലാണ്. അവരുടെ പ്രതീക്ഷകളും ആശങ്കകളും എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു വലിയ അവസരം. ഇന്ന് നമ്മൾ കേരളത്തിലെ നാട്ടിക എന്ന മണ്ഡലത്തിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലുകയാണ്. അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ വസ്തുതകളുടെ വെളിച്ചത്തിൽ ഒന്ന് പരിശോധിക്കാൻ. തൃശൂർ ജില്ലയിലുള്ള ഈ മണ്ഡലത്തിന് ശരിക്കും പറഞ്ഞാൽ രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന്, കടലിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന നാട്ടിക, വലപ്പാട്, തളിക്കുളം പോലുള്ള തീരദേശ പഞ്ചായത്തുകൾ. പിന്നെ മറ്റൊന്ന്, കൃഷിയും അനുബന്ധ തൊഴിലുകളും ജീവിതമാർഗമാക്കിയ അന്തിക്കാട്, ചേർപ്പ് പോലുള്ള ഉൾനാടൻ പഞ്ചായത്തുകൾ. അപ്പോ കടലിന്റെ മക്കളുടെയും കരയുടെ മക്കളുടെയും ജീവിതങ്ങളെ ഒരുമിച്ചു കൊണ്ടുപോകുന്നിടത്താണ് നാട്ടികയുടെ യഥാർത്ഥ ഭരണം വിജയിക്കുന്നത്. നാട്ടികയുടെ ഒരു സാമൂഹിക ചിത്രം നമ്മൾ നോക്കിയാൽ അത് പല തട്ടുകളുള്ളതാണ്. ഇതൊരു പട്ടികജാതി സംവരണ മണ്ഡലമാണ്. ഈഴവ, നായർ സമുദായങ്ങൾക്ക് ഇവിടെ നല്ല സ്വാധീനമുണ്ട്. കൂടെ തന്നെ ഏകദേശം 24% വരുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷവുമുണ്ട്. പക്ഷേ ഈ കണക്കുകൾക്കെല്ലാം അപ്പുറം ഈ നാടിന്റെ ഒരു വേദനയുണ്ട്. ഗൾഫിലെ സ്വപ്നങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങിയെത്തേണ്ടി വന്ന പ്രവാസികൾ. അവരുടെ കടങ്ങളും ഭാവിയെക്കുറിച്ചുള്ള പേടിയുമെല്ലാം ഈ നാടിന്റെ രാഷ്ട്രീയത്തെയും നന്നായി സ്വാധീനിക്കുന്നുണ്ട്. ശരി, അപ്പോൾ ഈയൊരു വിശകലനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. നാട്ടികയിലെ യഥാർത്ഥ സാഹചര്യങ്ങളിൽ നിന്ന് തുടങ്ങി തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ, ജനങ്ങളുടെ ശബ്ദം, ഒരു പുതിയ ഭരണതന്ത്രം അതെങ്ങനെ നടപ്പിലാക്കാം, അവസാനം രാഷ്ട്രീയത്തിനപ്പുറമുള്ള യഥാർത്ഥ ലക്ഷ്യം. ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കണക്കുകളിലേക്ക് പോകാം. കാരണം തെരഞ്ഞെടുപ്പിലെ ഓരോ അക്കത്തിനും അതിൻ്റേതായ ഒരു കഥ പറയാനുണ്ടാവും. 2021 കണക്ക് നോക്കൂ. 72.9%. 2016 ഇത് 76.5%. അതായത് ഏകദേശം ഒരു 4% ഇടിവ്. ഇതൊരു ചെറിയ സംഖ്യയാണെന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ആരാണ് ഈ മാറി നിന്നവർ? എന്തുകൊണ്ട് അവർക്ക് ഈ പ്രക്രിയയിൽ നിന്ന് ഒരു അകലം തോന്നി? അതിന്റെ ഉത്തരം വളരെ നിർണായകമാണ്. ഇനി വോട്ടുവിഹിതം നോക്കിയാൽ നാട്ടികയിലെ രാഷ്ട്രീയ ബലാബലം വളരെ വ്യക്തമാണ്. ഒരു വശത്ത് CPI നയിക്കുന്ന LDF ഏകദേശം 47% വോട്ടുകളുമായി വളരെ ശക്തമായിട്ട് നിൽക്കുന്നു. മറുവശത്ത് കോൺഗ്രസിന്റെ വോട്ട് വിഹിതം 29% തന്നെ ഒരനക്കവുമില്ലാതെ നിൽക്കുകയാണ്. ഒരു സ്തംഭനാവസ്ഥ. പക്ഷേ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം BJPയുടെ വളർച്ചയാണ്. 22%. അതൊരു ചെറിയ സംഖ്യയല്ല. തൃശൂരിലെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ശരി, ഇനി നമുക്ക് ഈ നമ്പറുകൾക്ക് പിന്നിലുള്ള മനുഷ്യരിലേക്ക് വരാം. നാട്ടികയിലെ സാധാരണക്കാരുടെ ശബ്ദം എന്താണെന്ന് കേൾക്കാം. നാട്ടികയിൽ നിങ്ങൾ എവിടെ പോയാലും, ഒരു ചായക്കടയിലോ വീട്ടിലോ കയറിയാൽ കേൾക്കുന്ന പ്രധാന വിഷയം ഒന്നുതന്നെയാണ്: ജീവിതച്ചെലവ്, വിലക്കയറ്റം, പ്രത്യേകിച്ച് ഭക്ഷണത്തിനും ഇന്ധനത്തിനുമുള്ള വില. ഇത് എല്ലാ വീട്ടിലെയും ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്നുണ്ട്. ഈയൊരു ദൈനംദിന ഭാരം ആളുകളിലൊരു തരം അമർഷമുണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. വിലക്കയറ്റം മാത്രമല്ല പ്രശ്നം. നോക്കൂ, അന്തിക്കാട്ടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, ചാഴൂരിൽ മഴ പെയ്താലുണ്ടാകുന്ന വെള്ളക്കെട്ട്, പിന്നെ കർഷകരുടെ ഉറക്കം കെടുത്തുന്ന കാട്ടുപന്നിയുടെ ശല്യം, സർക്കാർ ഓഫീസിൽ ഒരു റേഷൻ കാർഡിനായി കാത്തിരിക്കേണ്ടി വരുന്ന കാലതാമസം. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഒരു പൗരന് ഭരണകൂടത്തിൽ നിന്ന് കിട്ടേണ്ട അടിസ്ഥാന സേവനങ്ങൾ മുടങ്ങുമ്പോൾ അവരുടെ വിശ്വാസത്തിനാണ് കോട്ടം തട്ടുന്നത്. ഇവിടെയാണ് നമ്മൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് ഓർക്കേണ്ടത്. ഓരോ വ്യക്തിയുടെയും അന്തസ്സ്, അത് വളരെ പ്രധാനമാണ്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കാണാനും ഒരു സംവിധാനം വേണം. വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പൊതുചർച്ചയിൽ അവരുടെ ശബ്ദം കൂടി ഒരു ഭാഗമാകുമ്പോഴേ ജനാധിപത്യം ശരിയായ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ. നാട്ടികയിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തിലുള്ളവർ, ഒരു പാർട്ടിയുടെയും സ്ഥിരം വോട്ടർമാരല്ല. അവരുടെ കൂറ് മാറിക്കൊണ്ടേയിരിക്കും. 2011 ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വലിയൊരു ശതമാനം വോട്ട് കിട്ടിയത് നമ്മൾ ഓർക്കണം. കോൺഗ്രസിന്റെ കാര്യം നോക്കിയാൽ അവരുടെ വോട്ട് വിഹിതം കഴിഞ്ഞ 10 വർഷമായി ആ 29% തന്നെ തറഞ്ഞു നിൽക്കുകയാണ്. അതിലുപരി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ 3ാം സ്ഥാനത്തേക്ക് പോയത് വളരെ വലിയൊരു അപകട സൂചനയാണ്. അപ്പോൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എവിടെയാണ് സാധ്യത? നോക്കൂ, വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന 28% ആളുകൾ, പിന്നെ ആദ്യമായി വോട്ട് ചെയ്യാൻ വരുന്ന പുതിയ തലമുറ. ഇവർക്ക് വലിയ കക്ഷിരാഷ്ട്രീയ താൽപ്പര്യങ്ങളുണ്ടാവണമെന്നില്ല. അവരുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം മുന്നോട്ട് വെച്ചാൽ ഇവരുടെ പിന്തുണ നേടാൻ സാധിക്കും. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ? വെറുതെ എതിർക്കുക എന്നതിനപ്പുറം നാട്ടിക്ക് ഒരു പുതിയ ഭരണ മാതൃക തന്നെ വേണം. ഞങ്ങൾ അതിനെ ചതുർമുഖ സിദ്ധാന്തം എന്നാണ് വിളിക്കുന്നത്. ഈ തന്ത്രത്തിന് 4 മുഖങ്ങളുണ്ട്. ഒന്ന്, ശിവന്റെ മുഖം. അതായത് സർക്കാരിന്റെ വീഴ്ചകളെ, വിലക്കയറ്റം പോലുള്ളവയെ വസ്തുതകൾ വെച്ച് ശക്തമായി വിമർശിക്കുക. 2, വിഷ്ണു.
നിലവിലുള്ള നല്ല ക്ഷേമ പദ്ധതികൾ തുടരുമെന്നും സാമൂഹിക സൗഹാർദ്ദം ഉറപ്പാക്കുമെന്നും ജനങ്ങൾക്കുറപ്പുകൊടുക്കുക. 3. ബ്രഹ്മാവ്. ഗവേണൻസ് കിയോസ്കുകൾ പോലെ പുതിയ ആശയങ്ങളും പദ്ധതികളും മുന്നോട്ട് വയ്ക്കുക. 4. ദുർഗ, അതായത് സമൂഹത്തിലെ ദുർബലരായ സ്ത്രീകൾ, മത്സ്യത്തൊഴിലാളികൾ, പട്ടികജാതി വിഭാഗക്കാർ എന്നിവർക്ക് ഒരു സംരക്ഷണ കവചമായി മാറുക. ഈ 4 മുഖങ്ങളും ചേരുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ ഭരണ കാഴ്ചപ്പാടുണ്ടാവുന്നത്. ഇനി ഈ തന്ത്രം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം. കടലാസിൽ നിന്ന് തെരുവിലേക്ക് ഇത് എങ്ങനെ എത്തിക്കാം? ഓരോ വിഭാഗം ജനങ്ങളോടും അവരുടെ പ്രശ്നങ്ങൾ മുൻനിർത്തി സംസാരിക്കണം. യുവജനങ്ങളോടാണെങ്കിൽ തൊഴിലിനെക്കുറിച്ച് സംസാരിക്കണം, അവർക്കായി തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് പറയണം. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ സാമ്പത്തിക ഭദ്രതയാണ് വിഷയം, സ്വയം സഹായ സംഘങ്ങളും പെൻഷൻ പദ്ധതികളും ഉറപ്പു നൽകണം. ഗൾഫിൽ നിന്ന് തിരികെ വന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു NRK മീറ്റ് തന്നെ വേണം. കർഷകർക്ക് വിള ഇൻഷുറൻസും നഷ്ടപരിഹാരവും ഉറപ്പാക്കണം. ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടതെന്താണോ അത് കൃത്യമായി പറഞ്ഞു വേണം മുന്നോട്ടു പോകാൻ. ഇതുമാത്രമല്ല, നാട്ടികയിലെ പ്രധാന സമുദായങ്ങളായ ഈഴവ, നായർ, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളെയെല്ലാം ഒരുമിച്ച് നിർത്തണം. ഓരോ വിഭാഗത്തിനും അവരുടേതായ ആശങ്കകളുണ്ട്, അഭിലാഷങ്ങളുണ്ട്. അതെല്ലാം കേട്ട് അവരെയും ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാക്കണം. ഈ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ്. നമ്മൾ വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അതൊരു വിളവെടുപ്പല്ല, അതവരുടെ സ്വകാര്യതയാണ്. ഇന്ത്യയുടെ ഡേറ്റാ സംരക്ഷണ നിയമങ്ങൾ പറയുന്നത് ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ അവരുടെ പൂർണ്ണ സമ്മതത്തോടെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നവരെ ബോധ്യപ്പെടുത്തി ഒരു വിശ്വാസത്തിന്റെ പുറത്തു മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഇത് ഏകപക്ഷീയമായ വാഗ്ദാനങ്ങൾ നൽകലല്ല, മറിച്ച് ജനങ്ങളുമായി നടത്തുന്ന ഒരു തുറന്ന സംഭാഷണമാണ്. തീർച്ചയായും ഈ വഴി അത്ര എളുപ്പമുള്ള ഒന്നല്ല. പക്ഷേ ലക്ഷ്യം വ്യക്തമാണെങ്കിൽ ഏത് വെല്ലുവിളിയും നമുക്ക് നേരിടാനാകും. അപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ്: 29% ഉറച്ചുപോയ ഒരു വോട്ട് ഷെയറിനെ എങ്ങനെ വിജയത്തിലേക്ക് നയിക്കാൻ പറ്റും? പ്രത്യേകിച്ച് ഒരു മൂന്നാം കക്ഷി ശക്തമായി വളർന്നുവരുന്ന ഒരു സാഹചര്യത്തിൽ നിലവിലെ ഭരണത്തിൽ അതൃപ്തിയുള്ള വോട്ടർമാർക്ക് മുന്നിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ബദലായി മാറാൻ നിങ്ങൾക്ക് കഴിയുമോ? അതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം ഈ പതിവ് രാഷ്ട്രീയ രീതികൾ ഉപേക്ഷിക്കുക എന്നതാണ്. ഭരണമെന്നത് ജനങ്ങൾക്കുള്ള ഒരു സേവനമാണ് എന്ന പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് മാറണം. നിലവിലുള്ള സ്ഥാനാർത്ഥിയെ ശക്തിപ്പെടുത്തേണ്ടത് കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഒരു പ്രവർത്തന പദ്ധതിയിലൂടെയാണ്. ആത്മാർത്ഥതയോടെ, സ്ഥിരതയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ജനങ്ങളുടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാൻ സാധിക്കൂ. യഥാർത്ഥ ലക്ഷ്യം രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒന്നാണ്. ഡേറ്റയുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലത്തിലെയും ഓരോ വ്യക്തിയുടെയും ജീവിതം മെച്ചപ്പെടുത്തുക എന്നതാണത്. നിങ്ങളൊരു ജനകേന്ദ്രീകൃത നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി mgr@blueprintstrategies.ai-ൽ ഇമെയിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ 08042041602 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയത്തിനപ്പുറമുള്ള ലക്ഷ്യം.